നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വീണ്ടും ജ്യോതിഷ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ തുടർന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള പൊരുത്ത വിഷയങ്ങൾ തന്നെയാണ്. കാരണം പൊരുത്ത വിഷയങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായിട്ട് വന്നിരിക്കുന്നത്. അതായത് എല്ലാവരും ജാതകം നോക്കാനായിട്ട് ഒരു ജ്യോതിഷനെ സമീപിക്കുന്നത് പൊരുത്തം നോക്കാനാണ് പ്രധാനമായിട്ടും പോകുന്നത്. പക്ഷേ ഈ പൊരുത്തത്തിൻ്റെ വിഷയം കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വിവാഹങ്ങൾ നടക്കാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പൊരുത്ത വിഷയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. കാര്യം ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഒന്നോ രണ്ടോ ഇതുകൊണ്ട് ചർച്ചയിലോ തീരുന്നതല്ല. ഇതിൻ്റെ പല പല ആംഗിളുകളിൽ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഒറ്റ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. അതുകൊണ്ടാണ് അത് പല പല പാർട്ടായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെടുത്ത് ഓരോരോ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നക്ഷത്ര പൊരുത്തത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പാപസാമ്യത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ചൊവ്വാദോഷം പറഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. മറ്റൊന്ന് ദശാസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ നക്ഷത്രത്തിനും ഓരോ ജനിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഓരോ നക്ഷത്രത്തിന് ദശകൾ കൽപ്പിച്ചിട്ടുണ്ട് ജ്യോതിഷപ്രകാരം. ഇപ്പം അശ്വതി നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിന് 7 വർഷം കേതു ദശയാണ് ആദ്യത്തെ ദശ. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 7 വർഷം കേതു ദശ കിട്ടും. പക്ഷേ ഇതിൻ്റെ ജനന സമയം മാറുന്നതനുസരിച്ച് ദശയുടെ കിട്ടുന്ന ഇതിൻ്റെ സമയത്തിനും മാറ്റം വരും. അപ്പോൾ അതനുസരിച്ച് 7 എന്നുള്ളത് അവസാനം ഒരു ദിവസം വരെയുള്ള സ്ഥിതിയിലേക്ക് വരാം. അപ്പം അങ്ങനെ നമ്മൾ ദശയുണ്ട്. അപ്പം ഇനി ഒരു ദശാക്രമമുണ്ട്. അശ്വതി നക്ഷത്രത്തിന് കേതുദശ, അടുത്തത് ഭരണി നക്ഷത്രമാണ് അടുത്ത നക്ഷത്രം തുടങ്ങുന്നത്. അതിൽ തുടങ്ങുന്ന നക്ഷത്രത്തിന് ശുക്രദശയാണ് ആദ്യത്തെ ദശ. അത് 20 വർഷമാണുള്ളത്. അത് കഴിഞ്ഞ് മൂന്നാമത് വരുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിനുള്ളത് സൂര്യദശയാണ് ആദ്യമുള്ളത്. അത് 6 വർഷമാണ് സൂര്യദശ. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിന് ചന്ദ്രദശയാണ്. ആ ചന്ദ്രദശ 10 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രത്തിന് ചൊവ്വാദശയാണ് ആദ്യത്തെ ദശ. ആ ദശ 7 വർഷമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിന് രാഹുർ ദശയാണ് ആദ്യം വരുന്നത്. രാഹുർ ദശ 18 വർഷമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രത്തിന് വ്യാഴദശയാണ് ആദ്യമുള്ളത്. അത് 16 വർഷമാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിന് ആദ്യം വരുന്നത് ശനിദശയാണ്. ശനിദശയാണ് 19 വർഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രത്തിന് ബുധദശയാണ്. ബുധദശ 17 വർഷവുമാണ് വരുന്നത്. അപ്പം ഇതാണ് ദശാക്രമം എന്ന് പറയുന്നത്. അപ്പം അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പം ആദ്യത്തെ ഒരു 3.5 വർഷമാണ് അതിന് കേതുർ ദശയാണെങ്കിൽ, അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് 20 വർഷം ശുക്രദശ. അതിൻ്റെ ഇങ്ങനെ തുടർച്ചയായിട്ടാണ് വരുന്നത്. 20 വർഷം ശുക്രദശ. അത് കഴിഞ്ഞ് അടുത്ത 6 വർഷം ആദിത്യദശ സൂര്യദശ. അത് കഴിഞ്ഞിട്ട് അടുത്ത 10 വർഷം ചന്ദ്രദശ. അത് കഴിഞ്ഞിട്ട് അടുത്ത 7 വർഷം ചൊവ്വാദശ. അത് കഴിഞ്ഞ് അടുത്ത 18 വർഷം രാഹുർദശ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ഈ ദശാസന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദശയിൽ നിന്നും മാറി അടുത്ത ഒരു ഗ്രഹത്തിൻ്റെ ദശ തുടങ്ങുന്ന ആ സന്നിഗ്ധ ഘട്ടത്തിനാണ് ദശാസന്ധി എന്ന് പറയുന്നത്. ഇപ്പം ഒരു ശുക്രദശ മാറി ആദിത്യദശ തുടങ്ങുന്ന ആ അവസ്ഥ, അല്ലെങ്കിൽ രാഹുർദശ മാറി വ്യാഴദശ തുടങ്ങുന്ന ആ സമയം, അതിനെയാണ് ദശാസന്ധി എന്ന് പറയുന്നത്. അപ്പം ഈ ദശാസന്ധികൾ പലപ്പോഴും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഷ്ടനഷ്ടങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ ജാതകത്തിൽ കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജാതക പൊരുത്തം നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ദശാ സീക്വൻസ് ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ഒരേ സമയത്ത് ഈ 2 പേർക്കും, അതായത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരേ സമയത്ത് ദശ മാറുന്ന അവസ്ഥ വരരുത്. അങ്ങനെ വന്നാൽ അത് 2 പേർക്കും ദോഷമായിട്ട് ഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ ദശാസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ദശാസന്ധി ദോഷം എന്ന് പറയുന്നത് ഒരേ സമയത്ത് 2 പേർക്കും ദശകൾ മാറുന്നതിനെയാണ് ദശാസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദശാസന്ധി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് 6 മാസം, അതായത് ഒരാൾക്ക് ദശ മാറി അടുത്ത 6 മാസത്തിന് ശേഷം ആണ് അടുത്ത ആൾക്ക് ദശ മാറുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ
രണ്ടുപേർക്കും 6 മാസത്തിനുള്ളിൽ, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം സെപ്റ്റംബർ 22-നും ദശ മാറുന്നു, മറ്റൊരാൾക്ക് ഡിസംബർ 15-നുമാണെങ്കിൽ അത് ഈ ഒരു 6 മാസത്തിനകത്ത കാലാവധിക്കുള്ളിലാണ് ഈ ദശകൾ മാറുന്നത്. അങ്ങനെ വരുന്ന സ്ഥലത്ത് ദശാസന്ധി ദോഷമുള്ളതുകൊണ്ട് ആ 2 ജാതകങ്ങളും തമ്മിൽ നമ്മൾ ചേർക്കുന്നതല്ല. ഇനി അതിലും വേറൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ ഒരു വിവാഹത്തിലേക്ക് വരുമ്പോൾ അതിന് മിക്കവാറും 20 വയസ്സ് കഴിഞ്ഞിരിക്കും. അതേപോലെ തന്നെ മറ്റ് ആൺകുട്ടിക്കും 20 വയസ്സ് കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇതിൽ ചിലപ്പം ചില നമ്മൾ ഈ ദശാ സീക്വൻസ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 15 വയസ്സിലോ 18 വയസ്സിലോ 21 വയസ്സിലോ ഒക്കെ ചിലപ്പോൾ ദശാസന്ധികൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ വിവാഹം ആലോചിക്കാൻ വരുമ്പോൾ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് ആലോചിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുൻകാലത്ത്, അതായത് നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഉണ്ടായ ദശാസന്ധികളൊന്നും തന്നെ നമ്മൾ ഈ വിവാഹ ശേഷം ഉള്ള കാലഘട്ടത്തിലല്ലാത്തതിനാൽ അത് നമ്മൾ ഇതിന് കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ ചില നിർഭാഗ്യവശാൽ ചില ജ്യോതിഷികൾ അതും കണ്ടിട്ട് പറയും ഇത് ദശാസന്ധി ഉണ്ട്, അതുകൊണ്ട് ഇത് എടുക്കണ്ട എന്ന് പറയുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു സൂചിപ്പിച്ചത്. കാരണം നമ്മൾ ഈ വിവാഹം നോക്കി ഇവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന കാലഘട്ടത്തിൽ രണ്ടുപേർക്കും ഒരേ സമയത്ത് ദശാസന്ധി വന്നാൽ മാത്രമേ ദശാസന്ധി ദോഷം പറയേണ്ടതുള്ളൂ. അല്ലാതെ അതിനു മുമ്പ്, അതായത് നമ്മൾ വിവാഹത്തിന് മുൻകാലത്ത് ഇതേപോലെ ചിലപ്പം ദശാസന്ധിയൊക്കെ ഒരേ സമയത്ത് വന്നിരുന്നിരിക്കാം. പക്ഷെ അത് നമ്മൾക്ക് ഇതിൽ ബാധകമല്ല. അതുമാതിരി തന്നെ നമ്മൾ വിവാഹം കഴിച്ച് 2 വ്യക്തികൾ തമ്മിൽ ഒരു കുടുംബമായി ജീവിച്ച് ഒരു 10-35 വർഷത്തിന് ശേഷമാണ് ദശാസന്ധി വരുന്നതെങ്കിൽ അതും വലിയ ഇതായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം 35 വർഷം എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സ്പാൻ അവർ ജീവിക്കും. അപ്പം അതുകൊണ്ട് അത് പിന്നീടൊക്കെയുള്ള അവരുടെ ഒന്നിച്ചുള്ള ജീവിതത്തിൽ അവരുടെ കർമ്മഫലവും അല്ലെങ്കിൽ അവരുടെ ഈശ്വര പ്രാർത്ഥനയൊക്കെ കൊണ്ട് അന്നേരം ഈ പറഞ്ഞ ദോഷമൊക്കെ വളരെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതേസമയം ഇപ്പം നമ്മളൊരു 10-30 വർഷത്തിനകത്താണ് ദശാസന്ധി രണ്ടുപേർക്ക് വരുന്നെങ്കിൽ അത് ആ ജാതകങ്ങൾ തമ്മിൽ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അതാണ് ദശാസന്ധി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഈ അശ്വതി നക്ഷത്രത്തിന്റെ അതേ ദശകൾ തന്നെയാണ് മകൻ നക്ഷത്രത്തിനും മൂല നക്ഷത്രത്തിനും കേതു ദശയാണ് വരുന്നത്. അതുപോലെ അടുത്ത ഭരണി നക്ഷത്രത്തിനും പൂര നക്ഷത്രത്തിനും പൂരാട നക്ഷത്രത്തിനും ശുക്രദശയാണ് വരുന്നത്. അതുപോലെ കാർത്തിക നക്ഷത്രത്തിനും ഉത്രം നക്ഷത്രത്തിനും ഉത്രാട നക്ഷത്രത്തിനും സൂര്യദശയാണ് ആദ്യം വരുന്നത്. രോഹിണി നക്ഷത്രത്തിനും അത്തം നക്ഷത്രത്തിനും തിരുവോണ നക്ഷത്രത്തിനും ചന്ദ്രദശയാണ് വരുന്നത്. അതുപോലെ മകയിര നക്ഷത്രത്തിനും ചിത്തിര നക്ഷത്രത്തിനും അവിട്ട നക്ഷത്രത്തിനും ചൊവ്വാദശയാണ് വരുന്നത്. തിരുവാതിര നക്ഷത്രത്തിനും ചോതി നക്ഷത്രത്തിനും ചതയ നക്ഷത്രത്തിനും രാഹുർ ദശയാണ് ആദ്യത്തെ ദശ. അതുപോലെ പുണർദ നക്ഷത്രത്തിനും വിശാഖ നക്ഷത്രത്തിനും പൂരുട്ടാതി നക്ഷത്രത്തിനും വ്യാഴദശയാണ് ആദ്യത്തെ ദശ. പൂയ നക്ഷത്രത്തിനും അനിഴം നക്ഷത്രത്തിനും ഉത്രട്ടാതി നക്ഷത്രത്തിനും ശനിദശയാണ് ആദ്യത്തെ ദശ. അതുപോലെ ഐല്യം നക്ഷത്രത്തിനും കേട്ട നക്ഷത്രത്തിനും രേവതി നക്ഷത്രത്തിനും വരുന്നത് ശനിദശയാണ് ആദ്യത്തെ ദശ. അപ്പൊ ഇത്തരം ദശകളാണ് ഒരേ സമയത്ത് വരരുത് എന്ന് പറയുന്നത്. അപ്പൊ ദശാസന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. നമ്മൾ 2 ജാതകങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ അവരുടെ ദശകളിങ്ങനെ നമ്മൾ 2 പേരുടെ ഇങ്ങനെ എഴുതി കൂട്ടുമ്പോൾ ഒരേ സമയത്ത് 2 പേർക്കും ദശകളുടെ മാറ്റം വരാതിരിക്കണം. ഒരേ സമയത്ത് അതായത് 6 മാസത്തിനുള്ളിൽ ദശകളുടെ മാറ്റം വന്നാൽ അവരെ തമ്മിലുള്ള ജാതകങ്ങൾ യോജിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ദശാസന്ധി ദോഷം എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ 2 പേർക്കും ദശ മാറുന്ന അവസ്ഥ. അതായത് ഒരു 30 വർഷത്തിനകത്ത്, അതായത് അവർ വിവാഹം കഴിച്ച് ഒരു 30 വർഷം വരെയുള്ള കാലഘട്ടം, അതായത് ഇപ്പൊ 2025 വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തികൾക്കാണെങ്കിൽ 2055 വരെ, അതിനകത്ത് 55-ന് ശേഷമൊക്കെ വന്നാൽ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. കാര്യം അവർ 10-30 വർഷം ജീവിക്കുമ്പോൾ തന്നെ അവരൊന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ കർമ്മഫലവും അല്ലെങ്കിൽ മറ്റുള്ള ഈശ്വര പ്രാർത്ഥനയൊക്കെ കൊണ്ട് ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അതിനകത്തുള്ള കാലഘട്ടത്തിൽ ഇതേപോലെ ദശാസന്ധി വരികയാണെങ്കിൽ ആ ജാതകങ്ങൾ തമ്മിൽ ചേർക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. അപ്പൊ ഇതാണ് ദശാസന്ധി ദോഷം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, അത് കൃത്യമായിട്ട് തന്നെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ദശകൾ നോക്കുമ്പോഴും നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കും. ഈ ദുരിതഭാവമുള്ള ദശകൾ ഒരേ സമയത്ത് 2 പേർക്കും വരാതിരിക്കാനായിട്ട് നോക്കും. കാര്യം ഇപ്പം അഷ്ടമാധിപനോ അല്ലെങ്കിൽ 6ാം ഭാവപതിയുടെയൊക്കെ ദശ 2 പേർക്കും ഒരേ കാലഘട്ടത്തിൽ വരാതിരിക്കാനും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് വീണ്ടും കേട്ടൊക്കെ തന്നെ ഇത് മനസ്സിലാക്കണം. ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇത് ദശാസന്ധി, കാരണം നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചിലപ്പോൾ ഈ ദശാസന്ധി ദോഷം കൊണ്ട് എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്
നമ്മൾ ചിലപ്പം ജാതകങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും ജ്യോത്സ്യന്മാർ പറഞ്ഞു തരും ദശാസന്ധി ആയതുകൊണ്ട് എടുക്കണ്ടെന്ന്. അപ്പോൾ അത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി ഞാൻ വിവരിച്ചത്. ഇതൊരു പ്രധാന കാര്യമാണ്. രണ്ടുപേരുടെ ജീവിതം ഒന്നായി ഒരു കുടുംബമായി തീരുമ്പോൾ ദശാസന്ധി വളരെ പ്രധാനമാണ്. കാര്യം ചിലപ്പോൾ ദശാസന്ധി ദോഷം കൊണ്ട് ചിലപ്പം ഒരാൾക്ക് അപകടമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങളോ മാരകമായ രോഗങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പൊരുത്തം ഈ ഒരു കാര്യം പൊരുത്തത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ദശാസന്ധി ദോഷം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അതിൻ്റെ കേട്ടിട്ട് അവരവരുടെ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെ, അതായത് ഇതേപോലെ നിങ്ങളുടെ പോലെ തന്നെ ജാതകമൊക്കെ നോക്കാൻ വിവാഹത്തിനൊക്കെ ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലെ ഇത് മനസ്സിലാക്കാനും ഈ വിവരങ്ങൾ അവരോടും കൺവേ ചെയ്യുക. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് തുടർന്ന് നാളെയും ഇതേപോലെ നല്ല ഒരു വിവരത്തിനെ കുറിച്ച് ഞാൻ